ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. 2026 T20 ലോകകപ്പിലെ രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിൽ ശ്രീലങ്ക ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. ശ്രീലങ്ക ഈ ഒരു ടൂർണമെന്റിലെ കോ ഹോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ മത്സരങ്ങളിലും കളിക്കുന്നത് അവരുടെ നാട്ടിലാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഓസ്ട്രേലിയ പോലെയുള്ള ഒരു വലിയ ടീമിനെ അട്ടിമറിക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞിരുന്നു. 181 എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യം വളരെ ഈസി ആയിട്ട് ശ്രീലങ്ക മറികടന്നിരുന്നു. പതും നിസംഗ എന്ന് പറയുന്ന ക്ലാസി ബാറ്ററുടെ ഒരു പെർഫോമൻസിലാണ് അവർ ആ നേട്ടം കൈവരിച്ചത്. അതും 18 ഓവറുകൾ പൂർത്തിയാകുമ്പോഴേക്കും ആ മത്സരം അവസാനിച്ചിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട്. പക്ഷേ ആ ഒരു മികവ് അതേപടി നിലനിർത്താനായിട്ട് ശ്രീലങ്കയ്ക്ക് അടുത്ത മത്സരത്തിൽ സാധിച്ചില്ല. ഈ ടൂർണമെന്റിലെ ഒരു കറുത്ത കുതിരകൾ എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള പെർഫോമൻസ് സിംബാബ്വേയുടെ ഭാഗത്ത് നിന്ന് വരികയും സിംബാബ്വെയെ ശ്രീലങ്കയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 2 മത്സരങ്ങളിലും നടന്നത് 2 വെന്യൂ ആണ് എന്നുള്ളതാണ്. ശ്രീലങ്കയെ സിംബാബ്വെ പരാജയപ്പെടുത്തിയത് പ്രേമദാസ സ്റ്റേഡിയത്തിലാണെങ്കിൽ ഓസ്ട്രേലിയനെ ശ്രീലങ്ക പരാജയപ്പെടുത്തിയത് പലേക്കലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. പലേക്കലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് കാൻറ്റിയിലാണ്. ഈ പലേക്കലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലുള്ള സൂപ്പർ 8 ഘട്ടത്തിലെ മത്സരം നടക്കാൻ പോകുന്നത്. ഒരു ബെറ്റർ ബാറ്റിംഗ് വിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീലങ്കയിലെ മറ്റ് ഗ്രൗണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റാണ്. ഹെമ്പൻ ടോട്ട എന്ന് പറയുന്ന മറ്റൊരു ഗ്രൗണ്ട് ഉണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് വിക്കറ്റ് എന്ന് പറയുന്നത്. മറ്റുള്ള വിക്കറ്റുകളെല്ലാം തന്നെ കുറച്ച് സ്ലോവർ സൈഡിലാണ് ശ്രീലങ്കയിൽ ബിഹേവ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 165, 170 എന്നൊക്കെ പറയുന്നത് തന്നെ നല്ല സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ പലേക്കലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ കണ്ടതാണ് 181 എന്ന് പറയുന്ന ഒരു സ്കോർ ഈസി ആയിട്ട് മറികടക്കുന്നത്. ഈ ഒരു മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് 3 മണിക്കാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. നാളെ മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടുന്നത് കൊണ്ട് തന്നെ ആ മത്സരം വൈകുന്നേരം 7 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് 3 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ 3 മണിക്ക് മത്സരം ആരംഭിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 4:30 മണിയാവും. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഒരു 4:45 ആകുമ്പോഴായിരിക്കും രണ്ടാമത്തെ ഇന്നിങ്സ് ആരംഭിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സ് പുരോഗമിക്കുമ്പോഴേക്കും കുറച്ചൊരു തണുത്ത കാറ്റ് വീശാനുള്ള ഒരു സമയമൊക്കെ ആയിരിക്കും. കുറച്ചും കൂടെ ഒരു ബെറ്റർ ക്ലൈമറ്റിലേക്ക് മാറും. അപ്പോൾ കുറച്ചും കൂടെ ബാറ്റിംഗ് ഈസി ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു ഉച്ച നേരത്തുള്ള ആ ഒരു മത്സരം കളിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ടീമുകളും രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുക. അതുകൊണ്ട് തന്നെ നാളെ ടോസ് ജയിക്കുന്ന ടീം ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ മത്സരം ആരംഭിക്കുന്നത് 3 മണി എന്ന് പറയുന്ന ഒരു സമയത്താണ്. അതുപോലെ നമ്മൾ നോക്കിയാൽ ഈ 2 മത്സരങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിലും വളരെ ഈസി ആയിട്ട് ചേസ് ചെയ്താണ് ശ്രീലങ്ക ജയിച്ചത്. മറ്റേ മത്സരം നടന്നത് പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് സിംബാബ്വേയും ശ്രീലങ്കയും തമ്മിൽ. അതിലും സിംബാബ്വെ ചേസ് ചെയ്താണ് ജയിച്ചത്. കാരണം അങ്ങനെയാണ് അവിടുത്തെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ നിരയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇംഗ്ലണ്ടിന്റെ നിരയിൽ ഫിൽ സോൾട്ട് ആയിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ കൂടെ ജോസ് ബട്ട്ലർ ആയിരിക്കും. ഈ ജോസ് ബട്ട്ലറും ഫിൽ സോൾട്ടും നല്ല ആക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണെന്ന് നമുക്കറിയാം. ബെൻ ഡക്കറ്റ് എന്ന് പറയുന്ന മറ്റൊരു താരം അവരുടെ ടീമിലുണ്ട്. പക്ഷേ ഇവർ ടീമിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയില്ല. ജേക്കബ് ബദൽ എന്ന് പറയുന്ന വളരെ പുതുമുഖമായിട്ട് അല്ലെങ്കിൽ യങ്സ്റ്റർ ആയിട്ടുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ജേക്കബ് ബദൽ. അദ്ദേഹമായിരിക്കും ആ ഒരു 1 ഡൗൺ പൊസിഷനിൽ ഉണ്ടാവുക. 2 ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ടോം ബാൻഡൺ, വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ് ടോം ബാൻഡൺ എന്ന് നമുക്കറിയാം. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാരി ബ്രൂക്ക് അവരുടെ ക്യാപ്റ്റനാണ്. ഒരു മത്സരത്തിന്റെ ഗതി ഒറ്റയ്ക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന താരങ്ങളിൽ ചില താരങ്ങളും അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള താരങ്ങളിൽ ഒരാളാണ് ഹാരി ബ്രൂക്ക്. ഏതു മത്സരവും തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് പ്രകടനം ഹാരി ബ്രൂക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് സാം കറൻ ആണ്. സാം കറൻ നമ്പർ 6 പൊസിഷനിലായിരിക്കും ബാറ്റ് ചെയ്യുക. ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്കറിയാം. ഈ കണ്ടീഷൻസിൽ മനോഹരമായിട്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഹിറ്ററും കൂടെയാണ് സാം കറൻ. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹമായിരിക്കും. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ വിൽ ജാക്സ് ആയിരിക്കും. വേണമെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. മുംബൈ ഇന്ത്യൻസ് ഒക്കെ അതുപോലെ IPL അദ്ദേഹത്തിന് ഒരു 1 ഡൗൺ അല്ലെങ്കിൽ ഓപ്പണിംഗ് പൊസിഷനിലൊക്കെ ഉപയോഗിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. വിൽ ജാക്സ് ഒരു ഹാൻഡി ഓഫ് സ്പിന്നർ കൂടിയാണ്. അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡി ഓഫ് സ്പിന്നർ കൂടിയാണ്. മറ്റൊരാൾ എന്ന് പറയുന്നത് അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജാമി ഓർട്ടൺ ആണ്. ജാമി ഓർട്ടൺ അത്യാവശ്യം 140 കിലോമീറ്റേഴ്സിലൊക്കെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. ഒപ്പം തന്നെ നല്ലപോലെ ബാറ്റ് ചെയ്യാനും കൂറ്റൻ അടികൾക്ക് കഴിവുള്ള ഒരു താരം കൂടിയാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജോഫ്ര ആർച്ചർ ആയിരിക്കും. ജോഫ്ര ആർച്ചർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്ര മനോഹരമായിട്ടുള്ള ഒരു രീതിയിലല്ല ബോൾ ചെയ്യുന്നത്. ഒരുപാട് റൺസ് വഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പിന്നർ ആയിട്ടുള്ള ലിയാം ഡോസൺ ആയിരിക്കും. ലിയാം ഡോസണും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ്. ലെഫ്റ്റ് ആം സ്പിന്നറാണ്. കുറച്ച് ടൈറ്റ് ആയിട്ട് എറിയാൻ പറ്റുന്ന ലെഫ്റ്റ് ആം സ്പിന്നറാണ്.
നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ എയ്സ് സ്പിന്നർ ആയിട്ടുള്ള ആദിൽ റഷീദ് ആയിരിക്കും. ആദിൽ റഷീദിനെ എപ്പോഴും നമ്മൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ബോളറാണ്. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ലെഗ് സ്പിന്നർമാരിൽ ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു സ്പീഡ് വേരിയേഷൻ ഒരു 70 കിലോമീറ്റർ തൊട്ട് 90 കിലോമീറ്റർ വരെയാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് വേരിയേഷൻ. നമ്മൾ അദ്ദേഹം എറിയുന്ന ഓരോ ബോളുകളും കഴിയുമ്പോൾ നമ്മൾ അവിടെ സ്പീഡ് കാണിക്കാറുണ്ട്, കിലോമീറ്റർ കാണിക്കാറുണ്ട് ആ സ്ക്രീനിൽ. ആ കിലോമീറ്റർ നോക്കിയാൽ അറിയാം പല ബോളുകളും 68 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 70 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് പെട്ടെന്ന് 85 കിലോമീറ്റർ സ്പീഡിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലെങ്ത്തിൽ നല്ല കൺട്രോൾ ഉള്ള ഒരു ലെഗ് സ്പിന്നറാണ്. സാധാരണ ലെഗ് സ്പിൻ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കൺട്രോളാണ്. പക്ഷെ വളരെ മനോഹരമായിട്ട് കൺട്രോൾ ഉള്ള ഒരാളാണ് ആദിൽ റഷീദ് എന്നുള്ളതാണ്. ഇനി പുറത്തിരിക്കുന്ന ബെൻ ടെക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ലൂക്ക് വുഡിനെ ഈ മത്സരത്തിൽ കളിപ്പിക്കാനുള്ള സാധ്യതയില്ല. രഹാൻ അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ലെഗ് സ്പിന്നർ ടീമിലുണ്ട്. പക്ഷെ അദ്ദേഹവും ഈ ഓൾറെഡി 2 സ്പിന്നർമാർ ലിയാം ഡോസനും അതുപോലെ തന്നെ ആദിൽ റഷീദും ഉള്ളത് കൊണ്ട് തന്നെ രഹാൻ അഹമ്മദിനെയും കളിപ്പിക്കില്ല. പിന്നെ പാർട്ട് ടൈം സ്പിന്നർമാരായിട്ട് വിൽ ജാക്സും ജേക്കബ് ബദലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഇനി ഒരാളെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ ശ്രീലങ്കയുടെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഫോം ബാറ്ററായിട്ടുള്ള പതും നിസംഗയാണ്. ക്ലാസി ബാറ്ററാണ്. നല്ല ഈ വേൾഡ് ക്രിക്കറ്റിൽ ഈ അടുത്ത കാലത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പതും നിസംഗ. വളരെ ചെറിയ മനുഷ്യനാണെങ്കിലും അടിക്കുന്ന സിക്സറുകളൊക്കെ ടൈമിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കുശാൽ പെരേര മറ്റൊരു ബാറ്റർ, മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നല്ല തുടക്കം നൽകാൻ പറ്റുന്ന ഒരാളുമാണ് കുശാൽ പെരേര. ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല. മറ്റൊരാൾ കുശാൽ മെൻഡിസ് ആണ്. കുശാൽ മെൻഡിസ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഓസ്ട്രേലിയയുമായിട്ട് ഒരു മികച്ച അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു. കുശാൽ മെൻഡിസും ഇതുപോലെ തന്നെ ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ പവൻ രത്നായകെ എന്ന് പറയുന്ന പുതുമുഖ താരമാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ ഒരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ മത്സരങ്ങളിൽ നല്ല ടൈമിംഗ് ഉള്ള ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ പെട്ടെന്ന് റൺസ് കണ്ടെത്താനും നല്ല രീതിയിൽ ബോൾ ടൈം ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ കാമിന്തു മെൻഡിസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു നല്ല ബാറ്ററാണ്. ഒപ്പം തന്നെ 2 കൈ കൊണ്ടും ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ കൂടിയാണെന്നുള്ള പ്രത്യേകത കൂടെയുണ്ട്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ദസുൻ ഷനഗയാണ്. ഷനഗ എപ്പോഴും ഒരു നല്ല ഫിനിഷറാണ്, നല്ല രീതിയിൽ മത്സരം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ്, നല്ലൊരു ക്യാപ്റ്റനുമാണ്. അതുപോലെ നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ആം സ്പിന്നർ ആയിട്ടുള്ള ദുനിത് വെല്ലാലഗെ, യങ്സ്റ്റർ ആണ്, നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ടൈറ്റായിട്ട് ലിയാം ഡോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ ശ്രീലങ്കൻ നിരയിലുള്ള ഒരു സ്പിന്നറാണ് ദുനിത് വെല്ലാലഗെ. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ ദുഷൻ ഹേമന്ത എന്ന് പറയുന്ന ഒരു പുതിയ താരം അവരുടെ ടീമിൽ വന്നിട്ടുണ്ട്. ലെഗ് സ്പിൻ ബൗളറാണ്. മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത്. അവരുടെ സ്പിന്നർമാർ എപ്പോഴും നിറമങ്ങി പോകുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത് ഹേമന്തൻ തന്നെയാണ്. ദുഷ്മന്ത ചമീരയാണ് ഫാസ്റ്റ് ബോളർ. പക്ഷേ ദുഷ്മന്ത ചമീര ഒരു പരിക്ക് മൂലം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് ഒരു ചെറിയ നിഗിൾ മാത്രമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുഷ്മന്ത ചമീര ഒരു ഫാസ്റ്റ് ബോളറായിട്ട് ടീമിലുണ്ടാവും. ദിൽഷൻ മധുസംഖ്യയാണ് മറ്റൊരു ഫാസ്റ്റ് ബോളറായിട്ട് ടീമിലുണ്ടാവുക. നല്ലൊരു ബോളറാണ്, നല്ല രീതിയിൽ യോർക്കറുകൾ എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ് മധുസംഖ. മഹീഷ് തീക്ഷണയാണ് മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത്. മഹീഷ് തീക്ഷണയുടെ ഫോം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് റൺസ് അദ്ദേഹം വഴങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തീക്ഷണയും അതുപോലെ ഹേമന്തയും ദുനിത് വെല്ലാലഗയുമാണ് മെയിൻ ആയിട്ടുള്ള സ്പിന്നർമാർ. പിന്നെ പാർട്ട് ടൈം സ്പിന്നറായിട്ട് കാമിന്തു മെൻഡിസിനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു പ്രത്യേകത കൂടെ ശ്രീലങ്കൻ നിരയിലുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഹോം കണ്ടീഷനിലാണ് കളിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഓസ്ട്രേലിയ പോലെ ഒരു വലിയ ടീമിനെ പരാജയപ്പെടുത്തിയാണ് വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത മത്സരത്തിൽ തന്നെ സിംബാബ്വേയുമായിട്ട് ഒരു പരാജയം അവർ ഏറ്റുവാങ്ങി. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിംഗ് നിര വളരെ ശക്തമാണ്. അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്കൊരു ചെറിയ കൺസേൺ ഉള്ളത്. അതിൽ ജോഫ്ര ആർച്ചറും ജമി ഓട്ടനും ഒക്കെ എത്രത്തോളം നല്ല രീതിയിൽ ബൗൾ ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഒരു ജയപരാജയ സാധ്യതകൾ എന്ന് പറയുന്നത്. ഈവൻ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ നല്ല ഡെപ്ത് ഉള്ള ഒരുപാട് താഴെ വരെ ബാറ്റർമാർ നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബാറ്റർമാർ, ഈവൻ നമ്പർ 11 പൊസിഷനിൽ വരുന്ന ആദിൽ റഷീദ് പോലും അത്യാവശ്യം 2-3 സിക്സറുകളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണെന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ശ്രീലങ്ക എപ്പോഴും അവരുടെ കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ്. നമ്മൾ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ബയലാറ്ററൽ സീരീസ് നോക്കുമ്പോൾ ശ്രീലങ്കയിൽ പോയിട്ട് വൺ ഡേ മാച്ചുകളും T20 ഒക്കെ ജയിക്കുക എന്ന് പറയുന്നത്, ഈവൻ ടെസ്റ്റ് മത്സരങ്ങൾ പോലും ജയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം കണ്ടീഷൻസ്, അവരുടെ നാട്ടിലെ കണ്ടീഷൻസ് ഏറ്റവും മനോഹരമായ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടീമാണ് ശ്രീലങ്ക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏതായാലും നല്ല ഒരു മത്സരമായിരിക്കും, തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.